ഇന്ത്യ ഒരു മതേതര രാജ്യമോ? സമീപകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ, വിശേഷിച്ച് ക്രിസ്തീയ സഭാ വിശ്വാസികൾക്കെതിരായ ഇന്ത്യയിലുടനീളം നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പല കോണിൽ നിന്നും ഉയർന്ന ഒരു ചോദ്യമാണ്: ഇന്ത്യ മതേതര ജനാധിപത്യ രാജ്യം ആണോ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്ത്യ സഭകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ വർഷവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങൾ 834 2025 നവംബർ വരെയുള്ളത് 706 25 ക്രിസ്മസ് സീസണിൽ മാത്രം 50-ൽ പരം വയലൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലെ വാർത്താപ്രാധാന്യം നേടിയിട്ടുള്ളത് മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ധവിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന ഒരു ക്രിസ്മസ് ആഘോഷം. ആ ആഘോഷത്തിനിടയിലേക്ക് ഒരു BJPയുടെ ലോക്കൽ വനിതാ നേതാവ് അവരുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ വർഗീയവാദികൾ കടന്നു കയറി അവിടെ അവരെ അതിക്രമം ചെയ്യുകയും പെൺകുട്ടികൾ അടക്കമുള്ളവരെ, അന്ധവിദ്യാർത്ഥികളുടെ നേരെ നടന്ന കടന്നുകയറ്റം, അതിക്രമം എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ക്രിസ്മസ് സമയത്ത് ഒരു ഹിന്ദുത്വ സംഘടനകൾ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തീയ ആരാധനാലയങ്ങളെ തീവച്ച് നശിപ്പിച്ചു, വീടുകൾ നശിപ്പിച്ചു. മാത്രമല്ല, ആ വീടിലുള്ള വിശ്വാസികളെ പുറത്താക്കുകയും അവിടെയുള്ള ധാന്യങ്ങൾ കവർന്നു കൊണ്ടുപോയി ആ വീടുകൾ താഴിട്ട് പൂട്ടി ആ ഭവനത്തിലുള്ളവരെല്ലാം ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്താക്കി. അവർ കാട്ടിലും മറ്റ് ഒളിവ് സങ്കേതത്തിലും കഴിയുകയാണ്. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും, ഇവിടെ മാത്രമല്ല, ഉത്തർപ്രദേശ്, അതുപോലെ ഒഡീസ, ആസാം, ഗുജറാത്ത് തുടങ്ങിയ സ്റ്റേറ്റുകളിലും വലിയ അതിക്രമങ്ങളാണ് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ളത്. പ്രഭുത്വമായ കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷവേളയിൽ ക്രിസ്മസ് കരോളിനെതിരായ ആക്രമണം നടന്നു. എന്നാൽ അത് അവിടുത്തെ പോലീസ്, ഗവൺമെൻറ് അതിൽ നടപടിയെടുത്തു എന്നുള്ളത് ശ്ലാഘനീയമാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ നിലയിൽ ഗവൺമെൻറ് ഈ അക്രമകാരികളെക്കെതിരായ നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അക്രമത്തിന് ഇരയാകുന്നവരുടെ പേരിൽ കള്ളക്കേസെടുത്ത് അവരെ ജയിലിലിടുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണുന്നത്. അത് അങ്ങനെ ഏതാണ്ട് കള്ളക്കേസിൽ കുടുക്കി ഏതാണ്ട് 1629 വിശ്വാസികൾ ഇന്ന് ജയിലിലുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ കൂടുന്ന സ്ഥലങ്ങളിൽ, ആരാധന നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഹിന്ദു തീവ്രവാദികൾ ഹിന്ദുത്വ സംഘടനകളുടെ ലേബലിൽ കടന്നു കയറി അവിടെ ആരാധന അലോലങ്കപ്പെടുത്തും, അവരെ ക്രൂരമായി ആക്രമിക്കും. അവിടെയുള്ള പുരോഹിതന്മാരെ, പാസ്റ്റർമാരെ, മറ്റ് ശുശ്രൂഷകരെ, അതുപോലെ വനിതകളെ പോലും വെറുതെ വിടത്തില്ല. എന്നിട്ട് അവർക്കെതിരായി കള്ളക്കേസ്, പോലീസും അതിന് കൂട്ടുനിൽക്കുകയാണ്, ഗവൺമെൻറ്റും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഈ മർദ്ദനത്തിനിരയാകുന്ന, അക്രമത്തിനിരയാകുന്നവർക്ക് സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ, വിശേഷിച്ച് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അതിൻ്റെ പ്രിയാമ്പിൾ ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെയാണ് ആ പ്രിയാമ്പിൾ ആമുഖത്തിൽ പറയുന്നത്: We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. അതായത് ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആ ആമുഖത്തിൽ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രശില്പികളായിട്ടുള്ള മഹാത്മാഗാന്ധിജി,
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ, അവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണത് പാസ്സാക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ അന്തസത്ത എന്ന് പറയുന്നത് മതേതരത്വമാണ്. ആർട്ടിക്കിൾ 25 ഇങ്ങനെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവന് ഏതൊരു മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുവാനും അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അവൻ്റെ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ അവൻ്റെ മതം അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ വളരെ അസന്നിഗ്ധമായിട്ട് ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അതിനൊരു ലിമിറ്റേഷൻ ഉള്ളത്, ഇത് സമൂഹത്തിൻ്റെ പൊതുക്രമത്തിനോ ആരോഗ്യത്തിനോ ധാർമ്മിക മൂല്യങ്ങൾക്കോ എതിരാകരുത്, അതുപോലെ മറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരാകരുത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരുത്തിന് സ്വയമേ ഒരാൾക്ക്, ഇന്ത്യയിലെ ഒരു പൗരന് അവന് സ്വയമായിട്ട് അവൻ്റെ ബോധ്യമനുസരിച്ച് മതം മാറാനും ആരാധന ക്രമം മാറ്റാനും അതിൽ നിലനിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ഉടനീളം സംഭവിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ഒരു മതം മാത്രമല്ല, ഇന്ത്യയിലെ മേജർ മതം ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തിൽപ്പെട്ട ഭൂരിപക്ഷം ജനങ്ങളും സമാധാനവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ മറ്റു മതത്തിലുള്ളവരെല്ലാവരും തന്നെ, ഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ളവരാണ്. എന്നാൽ അവരുടെ ഇടയിൽ ഈ ബ്രെയിൻ വാഷ് ചെയ്ത് വർഗീയവാദം ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിഷം പോലെ കുത്തിവെച്ചുകൊണ്ട് ഇതൊരു ഫാസിസ്റ്റ് രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. മോബ് വയലൻസ്, അത് ആൾക്കാർ കൂടി എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതി, മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. പലയിടത്തും അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല, അവരെ വളരെ ഭീകരമായി ഉപദ്രവിച്ച് പലരുടെ കാലും കൈയും ഒക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ വളരെ ജീവൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ വീടുകളിൽ പുറത്താക്കി അവർക്ക് അവരുടെ കൃഷി നശിപ്പിക്കുക, അവർക്ക് കുടിവെള്ളം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്, മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഒന്നുകിൽ മൗനം അവലംബിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും മതേതര ഇന്ത്യയോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഈ ആൻറ്റി കൺവെർഷൻ ലോ ഉണ്ട്. ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലുള്ള ഒരു നിയമം കൊണ്ടുവന്നു, ഈ മതനിരോധന നിയമം, നിർബന്ധിത മതനിരോധന നിയമം എന്നുള്ള പേരിൽ. അതിൽ വളരെ കടുത്ത ശിക്ഷകളാണ്, ജീവപര്യന്തം തടവ് ഉൾപ്പെടെ വളരെ കടുത്ത ശിക്ഷകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൻറ്റി കൺവേർഷൻ ബില്ലിൻ്റെ ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്ത് കേസുകൾ ഇന്ന് സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും, എല്ലാ ഈശ്വരവിശ്വാസികളും, സാധാരണക്കാരായ മതവിശ്വാസികൾ ഇങ്ങനെ ഉള്ള ഈ അതിക്രമങ്ങൾക്കെതിരായിട്ട് ഏതൊരു മതത്തിലും അവന് ആ മതത്തിൽ വിശ്വസിക്കാൻ, അവൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ, അവൻ്റെ ആരാധന ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. സത്യത്തിൽ ഈ ഇന്ത്യയുടെ ഭരണഘടന മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ല മാതൃകാപരമായ ഭരണഘടനയാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മതേതരത്വത്തിന് കടക്കിൽ കത്തിവെച്ചുകൊണ്ടുള്ള നീക്കം ഇന്ന് ഭരണത്തിലിരിക്കുന്നവർ തന്നെ ചെയ്യുന്നു. പോലീസും നീതിപാലകർ, പോലീസ് ഒക്കെ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും ശബ്ദം ഉയരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒരുമിച്ച് അണിനിരക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ എൻ്റെ ഈ വീഡിയോ ക്ലിപ്പിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. താങ്ക് യു.